മമ്മൂക്ക ലാലേട്ടൻ കൂട്ടുകെട്ടിലിറങ്ങുന്ന പാട്രിയോട്ട് എന്ന സിനിമ വളരെ പ്രതീക്ഷയോടെ മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമ. അതിലുപരി മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ. 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടുപേരും ബിഗ് സ്ക്രീനിൽ എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ്. മൾട്ടി സ്റ്റാർ ചിത്രമാണ്. കുഞ്ചാക്കോ ബോബൻ, നയൻതാര, ഫഹദ് ഫാസിൽ അങ്ങനെ വലിയ താരനിര എത്തുന്ന സിനിമ. 100 കോടി മുതൽ മുടക്കിലെടുത്തുന്ന സിനിമയാണ്. വിദേശ രാജ്യങ്ങളിലടക്കം ചിത്രീകരണം പൂർത്തിയാക്കി, ഡബ്ബിങ് പൂർത്തിയാക്കി, റിലീസ് ഡേറ്റ് അടുത്ത് നിൽക്കുമ്പോഴാണ് സിനിമയുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദങ്ങൾ വരുന്നത്. തിയേറ്റർ ഫെഡറേഷൻ സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കില്ല എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ആൻഡോ ജോസഫ് തിയേറ്ററുകാരോട് കൂടുതൽ പണം ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാം കേട്ടത്. ഇപ്പോൾ സിനിമയുടെ നാട്ടിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ, നാളെ സിനിമയുടെ ഒരു വീഡിയോ സോങ് പുറത്തിറങ്ങുന്നുണ്ട്. ഈ വരുന്ന ഏപ്രിൽ 23 വേൾഡ് വൈഡ് റിലീസായിട്ടാണ് സിനിമ എത്തേണ്ടത്. ഒരു പക്ഷേ ചിലപ്പോൾ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് പോസ്റ്റ്പോണ്ട് ചെയ്യും എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഇപ്പം ഈ GCCയിൽ ഈ യുദ്ധത്തിൻ്റെ ഒരു അന്തരീക്ഷം നിൽക്കുന്നതുകൊണ്ട് തന്നെ സിനിമയുടെ റിലീസിംഗ് മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഇങ്ങനെ കൊടുമ്പരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ സിനിമയുടെ റിലീസിംഗ് മാറ്റിവെക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്നത് GCC നിന്നും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ചിലപ്പോൾ സിനിമയുടെ ഡേറ്റ് മാറാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നു. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ വരുന്ന ഏപ്രിൽ 23 സിനിമ റിലീസ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ ഒരു വീഡിയോ സോങ് നാളെ റിലീസിനായിട്ട് എത്തുന്നുണ്ട്. മമ്മൂക്ക ഇനിയിപ്പോൾ അടുത്ത ജോയിൻ ചെയ്യാൻ പോകുന്നത് D55 എന്ന നമ്മുടെ ധനുഷ് നായകനാകുന്ന സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളിൽ മമ്മൂക്ക സിനിമയ്ക്കകത്ത് എത്തുന്നു. ഏതാണ്ട് 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂക്ക ഒരു തമിഴ് സിനിമയുടെ ഭാഗമാകാൻ പോകുന്നത്. റാം സംവിധാനം ചെയ്തിട്ടുള്ള പേരൻപ് എന്ന സിനിമയാണ് മമ്മൂക്ക അവസാനമായിട്ട് തമിഴിൽ ചെയ്തിട്ടുള്ള സിനിമ. അതിനുശേഷം ഇപ്പോൾ ധനുഷുമായി മറ്റൊരു സിനിമയിൽ മമ്മൂക്ക എത്തുന്നു എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട്. മറ്റൊരു സിനിമ അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂക്ക കോംബോയിൽ ഇറങ്ങിയിട്ടുള്ള പദയാത്ര എന്ന സിനിമയാണ്. സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിച്ചു. ഫാലിമിയെ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സംവിധായകന്റെ സിനിമയിലാണ് മമ്മൂക്ക ഒരു ഗ്യാങ്സ്റ്റർ റോളിലാണ് അതിനകത്ത് എത്താൻ പോകുന്നതെന്ന് പറയുന്നു. ഏപ്രിൽ 2 ലാലേട്ടൻ നായകനായിട്ടുന്ന ദൃശ്യം 3 തിയേറ്ററിൽ എത്തും എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. പക്ഷേ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് ഒരു പക്ഷേ യുദ്ധം നീണ്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതും പോസ്റ്റ്പോണ്ട് ചെയ്യുന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഓൾറെഡി യാഷ് നായകനായിട്ട് എത്തുന്ന ടോക്സിക് എന്ന സിനിമയുടെ റിലീസിംഗ് മാറ്റിവെച്ചിരിക്കുന്നു. ഈ വരുന്ന 19 ആയിരുന്നു സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന മറ്റൊരു സിനിമയാണ് ആട് 3. ആട് 3 19 തന്നെ റിലീസ് ഉണ്ടാകും എന്നാണ് അറിയുന്നത്. ഇതുവരെ സിനിമ പോസ്റ്റ്പോണ്ട് ചെയ്തിട്ടുള്ള വാർത്തകളൊന്നും വന്നിട്ടില്ല. ഇത് റിലീസായിട്ട് ആദ്യം തിയേറ്ററിൽ എത്താൻ പോകുന്ന സിനിമ ആട് 3 ആണ്. അതിനുശേഷം ദൃശ്യം, പിന്നെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പാട്രിയോട്ട്. നാളെ പാട്രിയോട്ട് എന്ന സിനിമയുടെ വീഡിയോ സോങ് ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് നമ്മൾ കാണും. അതുവരേക്കും എല്ലാവർക്കും ബൈ.